അയാൾ അവിടെ തന്നെ ഉണ്ടെന്ന് പോലീസും നാട്ടുകാരും ക്യാമറ ടീമൊക്കെ നമ്മുടെ ക്യാമറ ടീമൊക്കെ അവിടെ തന്നെ ബൈജുവും ക്യാമറയും എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവർ അങ്ങനെ ഓടി ഈ തത്സമയം തന്നെ ഒരുപക്ഷെ കേരളത്തിൽ ഇങ്ങനെ ഒരു കള്ളനെ ഇങ്ങനെ തത്സമയം പിടിക്കുന്നത് ദൃശ്യങ്ങൾ ചാനലുകളിലടക്കം കാണുന്നത് പഴയ വീട് ഒരു ആൾപ്പാർപ്പില്ലാത്ത വീട്, ഒരു പിന്നെ വല്ലാത്ത ഒരു അവസ്ഥയിലെ വീടാണ്. ആ വീടിന്റെ ഉള്ളിലെ കിണറ്, കുളിമുറിയൊക്കെ ഉള്ള ഒരു ആർക്കും പെട്ടെന്ന് കാണാൻ പറ്റാത്ത ആൾത്താമസമൊന്നുമില്ല. അവനക്ക് പണി നടക്കുന്ന വീട് അങ്ങനെ തോന്നുന്നു. ആ വീട്ടിൽ നിന്നാണ് വലിച്ചെടുത്തത്. വെള്ളത്തിനകത്ത് ഇങ്ങനെ നിൽക്കുന്നു, വെള്ളത്തിൽ ഇങ്ങനെ അവരോട് ചേർന്ന് നിൽക്കുകയാണ്. സർക്കാരിന്റെ പരാജയമാണ്. ജയിൽ വകുപ്പ് എന്ന് പോലും ഒറ്റ കയ്യം ഇവിടുന്ന് ജയിലിൽ ചാടുന്നത്. എന്തൊരു ആഭ്യന്തര വകുപ്പ്, എന്തൊരു പോലീസാണ് ഇത് മനസ്സിലാക്കേണ്ട. ഇത്ര നൊട്ടോറിയസ് ക്രിമിനലിന് പോലും ഈ ജയിലിൽ ചാടണമെങ്കിൽ അവിടെ കൂടാലോ നടന്നില്ലേ? പിന്നെ എന്തിനാ ജയിൽ വകുപ്പിൽ ഉദ്യോഗസ്ഥന്മാരാണ് നിൽക്കുന്നത്? എന്ത് സുരക്ഷയുള്ളത്? ആർക്ക് വേണമെങ്കിൽ ജയിലിൽ പോയിക്കൂടെ? ജയിലിനെ കുറിച്ച് ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയ ആക്ഷേപത്തിനപ്പോൾ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരില്ലേ? ഗോവിന്ദചാമി പോലും ജയിൽ ചാടി എന്തിനാണ് പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിന് നേതൃത്വം കൊടുത്ത് നിൽക്കുന്നത്? അല്ല, കിണറ്റിലുണ്ടായത്. കിണറ്റിൽ തന്നെയാണ് അയാൾ പിടിച്ചിരുന്നത്. പട പിടിച്ച് നിൽക്കായിരുന്നു. പട ഫുൾ വെള്ളമാണ്. അപ്പൊ 2 പട മാത്രമേ വെള്ളമില്ല. കിണറ്റിൽ വീണതുകൊണ്ടായിരിക്കും. അതെ, കിണറ്റിൽ വീണതുകൊണ്ടാണ്. എനിക്കൊന്ന് ഒളിച്ചിരിക്കുന്നത്. അയാൾ അത്രയും അഭ്യാസിയാണ്. ഒറ്റ കൈ കൊണ്ട് ആ കിണറ്റിൽ നിൽക്കണമെങ്കിൽ ചെറിയ അഭ്യാസം ഒന്നുമല്ലല്ലോ. അതെ ജയിലിൽ ചാടിയവന് പിന്നെ എന്തും ചെയ്യാൻ പറ്റൂലേ? അല്ല, ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു. നമ്മളവിടെ കണ്ടപ്പോ പിന്നെ ആള് വന്നു, പിന്നെ പോലീസിന്റെ ഇത് പടം വന്നു, എന്നിട്ടാണ് വെച്ചത്. റജിൽ മാക്കുറ്റി കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണമാണ് കേട്ടത്. ജയിൽ വകുപ്പിന്റെ പരാജയം, ആഭ്യന്തര വകുപ്പിന്റെ പരാജയം ചൂണ്ടിക്കാണിച്ചു. പക്ഷേ എന്നാൽ ഇവിടെ ഇപ്പോൾ പോലീസിനെ ആശ്വസിക്കാം. നാട്ടുകാരുടെ സഹായത്തോടുകൂടി ഗോവിന്ദചാമിയെ പിടിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. നാട്ടുകാർ സംഘടിച്ചു. കണ്ണൂർ നഗരം വിട്ട് പുറത്തു കടക്കാൻ ഗോവിന്ദചാമി കഴിഞ്ഞില്ല. ആ ദൃക്സാക്ഷി നൽകിയ വിവരം വളരെ പ്രധാനമായി മാറുകയായിരുന്നു. ആളൊഴിഞ്ഞ വീട്ടിലേക്ക് മതിൽ ചാടി ഓടിയ ഗോവിന്ദചാമി പോലീസിനെയും നാട്ടുകാരെയും കണ്ട് കിണറ്റിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ആ കിണറ്റിൽ നിന്ന് നാട്ടുകാരുടെ സഹായത്തോടെ വടം വെച്ച് പോലീസ് പൊക്കിയെടുക്കുകയായിരുന്നു ഗോവിന്ദചാമിയെ. അയാളെ നേരെ കൊണ്ടുപോയിരിക്കുന്നു. നേരെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയിരിക്കുകയാണ്. നാട്ടുകാർ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. കാരണം അത്രമാത്രം ദേഷ്യം നാട്ടുകാർക്കുണ്ട് ഗോവിന്ദചാമിയോട്. ഗോവിന്ദചാമിയെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ച നാട്ടുകാരിൽ നിന്ന് അയാളെ രക്ഷിച്ച് പോലീസ് ഇപ്പോൾ കൊണ്ടുപോയി. ആ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. കിണറ്റിൽ നിന്ന് പോലീസ് വടം വെച്ച് മുകളിലേക്ക് വലിച്ചെടുക്കുകയായിരുന്നു. കിണറ്റിൽ ചാടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചു. അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു ഗോവിന്ദചാമി. കിണറ്റിലിറങ്ങി ഒളിച്ചിരിക്കുകയായിരുന്നു ഗോവിന്ദചാമി. പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു ആദ്യം. ആ ശബ്ദം ആദ്യം കേട്ടതാണ്. പോലീസ് കണ്ട്, പോലീസും നാട്ടുകാരും ആ വീടിനുള്ളിൽ, ആളൊഴിഞ്ഞ വീടിനുള്ളിൽ കയറിയപ്പോൾ ഗോവിന്ദചാമിയെ കണ്ടപ്പോൾ അയാൾ വടിയെടുത്ത് ആക്രമിക്കാൻ ശ്രമിച്ചു. അതിനിടയിലാണ് പോലീസിനെയും നാട്ടുകാരെയും വെട്ടിച്ച് മറ്റൊരു വഴിയിലൂടെ ആ വീടിന് സമീപത്ത് തന്നെയുള്ള കിണറ്റിലേക്ക് ചാടിയത്. പക്ഷേ കണ്ടു പോലീസും നാട്ടുകാരും. അങ്ങനെ വടം വെച്ച് പൊക്കിയെടുത്തിരിക്കുകയാണ് ഗോവിന്ദചാമിയെ. അവിടെ നിന്ന് നേരെ മാറ്റിയിരിക്കുന്നു. പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയിരിക്കുകയാണ്. അങ്ങനെ ഗോവിന്ദചാമി 4:15 കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ ഗോവിന്ദചാമിയെ, കൊടും കുറ്റവാളി ഗോവിന്ദചാമിയെ പിടികൂടിയിരിക്കുകയാണ് പോലീസ്. 10:45 കൂടിയാണ് ഗോവിന്ദചാമി പോലീസിന്റെ വലയിലാവുന്നത്. ബൈജു, എന്താണ് കൂടുതൽ അപ്ഡേറ്റ്സ്? ഇതിപ്പോൾ പോലീസും നാട്ടുകാരുടെയും ഒരു സംയുക്ത ശ്രമം എന്ന് തന്നെ പറയാമല്ലോ. ആ ദൃക്സാക്ഷിയുടെ വിവരണം അത് കൃത്യമായിരിക്കുകയാണല്ലോ. അയാൾക്ക് ഒരു കയ്യടി കൊടുക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ആദ്യം അയാൾക്ക് തന്നെയാണ് കയ്യടി കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇയാൾ യഥേഷ്ടം ഇതിലെ നടന്ന് ഒരു പക്ഷേ ട്രെയിനിലോ മറ്റോ ദൂര സ്ഥലത്തേക്ക് രക്ഷപ്പെടുമായിരുന്നു. ഒരിക്കലും പിടികിട്ടാൻ കഴിയാത്ത രീതിയിൽ ഇയാൾ രക്ഷപ്പെടുമായിരുന്നു. ആ ദൃക്സാക്ഷി തന്നെയാണ് ഇതിൽ നിർണായകമായതെന്ന് പറയേണ്ടി വരും. എന്നാൽ ഇയാളിപ്പോൾ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ കൃത്യം ആ പറഞ്ഞ സ്ഥലത്ത് നിന്നും ആ ദൃക്സാക്ഷിയുടെ വിവരണം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ ആ കെട്ടിടത്തിനകത്ത് ഇയാൾ ഒളിച്ചിരിക്കുന്നത് പോലീസ് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. പിന്നീട് അയാളെ അവിടെ നിന്നും തിരഞ്ഞപ്പോൾ അവസാനം കിണറ്റിലാണ് കണ്ടത്. കിണറ്റിന്റെ പടവിൽ ഇങ്ങനെ കൈപിടിച്ച് നിൽക്കുന്ന ഇയാളെ കണ്ടു. റജിൽ മാക്കുറ്റി നേരത്തെ പറഞ്ഞതുപോലെ ഇവരും നാട്ടുകാരും പോലീസും ഒക്കെ ചേർന്ന് ഇയാളെ മുകളിലേക്ക് കൊണ്ടുവരികയായിരുന്നു. പിന്നീട് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക്, ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഏതായാലും ആശ്വാസമായി എന്ന് പറയണം. കൃത്യം 10:45 കൂടിയാണ് ഇയാളെ പിടികൂടാനായത്. വലിയ തോതിലുള്ള തെരച്ചിൽ നടത്തി, കേരളത്തിൽ മുഴുവൻ തെരച്ചിൽ നടത്തി. എല്ലാ സാധ്യതകളും പോലീസ് പ്രയോജനപ്പെടുത്തി. പോലീസ് നായ കൃത്യമായി മണം പിടിച്ചെത്തിയത് ഈ സ്ഥലത്തായിരുന്നു. ആ സ്ഥലത്ത് നിന്ന് തന്നെ ഇപ്പോൾ ഗോവിന്ദചാമിയെ പിടികൂടിയിരിക്കുന്നു. ഏറ്റവും ആദ്യം ഈ വിവരം ന്യൂസ് 18 തത്സമയം വിവരമായി നൽകിയത്. എന്തായാലും ആ സ്ഥലത്ത് തന്നെ ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു. 10:45 ഇയാൾ പിടിയിലാകുന്നത്. ഇയാളിപ്പോൾ കണ്ണൂർ പോലീസ് സ്റ്റേഷൻ, ടൗൺ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ ഇയാളെ കൊണ്ടുപോയിട്ടുണ്ട്. ഇനി മറ്റു നടപടികൾ പോലീസ് സ്വീകരിക്കും. ഏതായാലും അല്പസമയത്തിനകം തന്നെ കമ്മീഷണറുടെ വാർത്താ സമ്മേളനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ജയിൽ DIG ഇന്ന് കണ്ണൂരിലുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം തേടേണ്ടതുണ്ട്. എന്തൊക്കെ സുരക്ഷാ വീഴ്ചകൾ ഇതിൽ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ കണ്ടെത്തുന്നതിലും CCTV ദൃശ്യം നിർണായകമായി, ഈ ദൃക്സാക്ഷിയുടെ മൊഴി നിർണായകമായി എന്ന് പറയേണ്ടി വരും. രഞ്ജിത്ത്.
ശരി, ആ ദൃക്സാക്ഷിയുടെ മൊഴിയാണ് ഏറ്റവും നിർണായകമായത്. നടന്നു വരുന്നത് കണ്ടു, ഗോവിന്ദചാമി ആണോ എന്ന് ചോദിച്ചപ്പോൾ മതിൽ ചാടി ആ കാട്ടിലേക്ക് ചാടി. അവിടെ ഒരു ഒഴിഞ്ഞ വീടായിരുന്നു, ആ വീടിനുള്ളിൽ ഉണ്ട് എന്ന് ഉറപ്പിച്ച് അദ്ദേഹവും പറയുന്നുണ്ടായിരുന്നു. കൂടെ വന്ന നാട്ടുകാരും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് പാഞ്ഞെത്തി, കൂടുതൽ പോലീസുകാർ സ്ഥലത്തേക്ക് എത്തി. ആളൊഴിഞ്ഞ വീട്ടിൽ, അതൊരു വലിയ വീടായിരുന്നു, അവിടെ പരിശോധന നടത്തി. ഓരോ സ്ഥലത്തും കയറി പരിശോധന നടത്തിയപ്പോൾ ഗോവിന്ദചാമി ആക്രമിക്കാൻ ശ്രമിച്ചു. ഉടൻ തന്നെ കിണറ്റിൽ ചാടി ഒളിച്ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവിടെ നിന്ന് ഗോവിന്ദചാമിയെ കണ്ടെത്തിയിരിക്കുകയാണ്. നേരെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ആ കൊടും കുറ്റവാളി, കേരളം പേടിക്കുന്ന കൊടും കുറ്റവാളി പിടിയിലായിരിക്കുകയാണ്. സൗമ്യ വധക്കേസിൽ ആദ്യം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗോവിന്ദചാമി പിന്നീട് സുപ്രീം കോടതി ആ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വന്നിരുന്ന ഗോവിന്ദചാമിയാണ് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇന്ന് പുലർച്ചെ സുരക്ഷാ വീഴ്ച എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. ജയിൽ വകുപ്പിനെയും ആഭ്യന്തര വകുപ്പിനെയും പ്രതിക്കൂട്ടിലാക്കുന്ന ജയിൽ ചാട്ടമാണ് നടന്നത്. ആരാണ് ഇലക്ട്രിക് ഫെൻസിംഗ് ഓഫാക്കിയത് തുടങ്ങിയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരും. എങ്ങനെയാണ് ഇത്രയും ഉയരത്തിലുള്ള മതിൽ ചാടാൻ ഗോവിന്ദചാമിക്ക് കഴിഞ്ഞത്? ഒരു കൈ മാത്രമുള്ള ഗോവിന്ദചാമി എങ്ങനെ ഈ സുരക്ഷാ കേന്ദ്രത്തിൽ നിന്നും രക്ഷപ്പെട്ടു തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ആര് സഹായിച്ചു, ജയിലിനുള്ളിൽ ആരുടെ സഹായം കിട്ടി തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ. ഒറ്റയ്ക്കാണോ ഗോവിന്ദചാമിയുടെ ഈ ചാട്ടം എന്നുള്ളതും അതോ സഹായം ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യവും ഇനി ചോദ്യങ്ങളായി ഉയർന്നു വരും. എന്തായാലും പോലീസിനും ആശ്വസിക്കാവുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ. ഗോവിന്ദചാമിയെ പിടികൂടിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ബൈജു അവിടെ ആ കെട്ടിടത്തിന് വെളിയിൽ നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ആ സമയത്ത് പോലീസും നാട്ടുകാരും ഉള്ളിൽ ഉണ്ടായിരുന്നുവല്ലോ. ആ സമയത്ത് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിൽ പോലീസുകാർ പറയുന്നുണ്ടായിരുന്നു. ഉടൻ അവിടെ എന്താണ് നടന്നത്? അവിടെ സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് ഗോവിന്ദചാമിയെ എത്തിച്ചിരിക്കുന്ന ദൃശ്യം ഇപ്പോൾ ഈ ഒരു വിൻഡോയിൽ കാണുന്നു. അവിടെ ഇരുത്തിയിരിക്കുകയാണ് ഗോവിന്ദചാമിയെ. ഇനി ചില നടപടിക്രമങ്ങൾ പിന്തുടരേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ജയിലിലേക്ക് മാറ്റുക, മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട്. ഇത്തരം നടപടിക്രമങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. ബൈജു, ആ കെട്ടിടത്തിനുള്ളിൽ ഗോവിന്ദചാമി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നീട് കിണറ്റിലേക്ക് ചാടുകയായിരുന്നു. കിരൺ, തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആകാംക്ഷയുടെ മണിക്കൂറുകളായിരുന്നു. പക്ഷേ കൊടും കുറ്റവാളിയാണ് ഇയാൾ, എന്തും ചെയ്യാൻ മടിക്കാത്തയാളാണ്, ആരോഗ്യമുള്ളയാളാണ് എന്നൊക്കെ വ്യക്തമാകുന്നതാണല്ലോ ഇയാളുടെ ആ ഒളിച്ചിരുന്ന ആ ഒരു പ്രകൃതം കണ്ടപ്പോൾ പൂർണ്ണമായിട്ടും മനസ്സിലാകുന്നത്. അങ്ങനെ ഗോവിന്ദചാമിയെ അന്ന് പിടികൂടിയ പോലീസ് ഓഫീസർ അഷർ തന്ന കുറേയേറെ വിവരങ്ങൾ ഉണ്ടായിരുന്നു. ആരാണ് ഗോവിന്ദചാമി എന്ന് കേരളം മനസ്സിലാക്കണം എന്ന്. ആ കൊടും ക്രിമിനലിന്റെ രീതി എന്താണെന്ന് അത് ശരിയാണ് എന്ന് സൂചിപ്പിക്കുന്നത് കൂടിയായിരുന്നുവല്ലോ ഈ രക്ഷപ്പെടൽ. അതെ, അതുതന്നെയാണ് ഏറ്റവും പ്രധാനം.